ഏത് ജില്ലാ ഭരണകൂടമാണ് 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? എ. കണ്ണൂർ, ബി. കോഴിക്കോട്, സി. മലപ്പുറം, ഡി. തൃശൂർ. ഉത്തരം എ. കണ്ണൂർ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എ. ഫംഗസ്, ബി. ബാക്ടീരിയ, സി. വൈറസ്, ഡി. പ്രോട്ടോസോവ. ഉത്തരം ബി. ബാക്ടീരിയ. ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? എ. ചിക്കൻ പോക്സ്, ബി. കുഷ്ഠരോഗം, സി. കോളറ, ഡി. മലമ്പനി. ഉത്തരം സി. കോളറ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആര്? എ. മുഹമ്മദ് ഷമി, ബി. ഹർദിക് പാണ്ഡ്യ, സി. മുഹമ്മദ് സിറാജ്, ഡി. ഇവരാരുമല്ല. ഉത്തരം സി. മുഹമ്മദ് സിറാജ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. ലേണൽ റോബിൻസ്, ബി. ആൽഫ്രഡ് മാർഷൽ, സി. അമർത്യ സെൻ, ഡി. ആഡം സ്മിത്ത്. ഉത്തരം ഡി. ആഡം സ്മിത്ത്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? എ. കരൾ, ബി. വൃക്ക, സി. ശ്വാസകോശം, ഡി. പാൻക്രിയാസ്. ഉത്തരം എ. കരൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? എ. പെരിയാർ, ബി. സൈലന്റ് വാലി, സി. വയനാട്, ഡി. പേപ്പാറ. ഉത്തരം ബി. സൈലന്റ് വാലി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്ത്? എ. ഇരുമ്പ്, ബി. പഞ്ചസാര, സി. തുണിത്തരങ്ങൾ, ഡി. ചണം. ഉത്തരം സി. തുണിത്തരങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? എ. മുംബൈ, ബി. രാജസ്ഥാൻ, സി. ഗുജറാത്ത്, ഡി. ജംഷഡ്പൂർ. ഉത്തരം ഡി. ജംഷഡ്പൂർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആര്? എ. ശ്യാമി പ്രസാദ് മുഖർജി, ബി. ഷൺമുഖം ഷെട്ടി, സി. ജഗ്ജീവൻ റാം, ഡി. രാജ്കുമാർ. ഉത്തരം എ. ശ്യാമി പ്രസാദ് മുഖർജി. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? എ. EMS നമ്പൂതിരിപ്പാട്, ബി. NV കൃഷ്ണവാര്യർ, സി. കമ്പളത്ത് ഗോവിന്ദൻ, ഡി. കെ. രാമകൃഷ്ണപിള്ള. ഉത്തരം എ. EMS നമ്പൂതിരിപ്പാട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? എ. കൊൽക്കത്ത, ബി. കോഴിക്കോട്, സി. തൃശൂർ, ഡി. കറാച്ചി. ഉത്തരം ബി. കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. ആസാം, ബി. ഗുജറാത്ത്, സി. ബീഹാർ, ഡി. കർണാടക.
ഉത്തരം സി ബീഹാർ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏത്? എ ഇനാമൽ, ബി മുടി, സി അസ്ഥി, ഡി നഖം. ഉത്തരം എ ഇനാമൽ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? എ 1949 നവംബർ 26, ബി 1950 ജനുവരി 26, സി 1947 ആഗസ്റ്റ് 15, ഡി 1946 ഡിസംബർ 29. ഉത്തരം ബി 1950 ജനുവരി 26. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? എ മോഹിനിയാട്ടം, ബി കഥകളി, സി കുച്ചിപ്പുടി, ഡി ഭരതനാട്യം. ഉത്തരം ഡി ഭരതനാട്യം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? എ ചൈന, ബി മ്യാൻമാർ, സി പാകിസ്ഥാൻ, ഡി ബംഗ്ലാദേശ്. ഉത്തരം എ ചൈന. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത്? എ പേപ്പാറ വന്യജീവി സങ്കേതം, ബി ചെന്തുരുണി വന്യജീവി സങ്കേതം, സി ചിന്നാർ വന്യജീവി സങ്കേതം, ഡി തട്ടേക്കാട് വന്യജീവി സങ്കേതം. ഉത്തരം ബി ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? എ തേക്കടി, ബി ഇരവികുളം, സി തെന്മല, ഡി സൈലന്റ് വാലി. ഉത്തരം സി തെന്മല. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? എ ഭാരതപ്പുഴ, ബി പെരിയാർ, സി ചാലിയാർ, ഡി പമ്പ. ഉത്തരം ഡി പമ്പ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? എ നിസ്സഹകരണ സമരം, ബി സിവിൽ നിയമ ലംഘനം, സി അഹമ്മദാബാദ് തുണിമിൽ സമരം, ഡി ചമ്പാരൻ നീലം കർഷകരുടെ സമരം. ഉത്തരം ഡി നിസ്സഹകരണ സമരം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? എ അഞ്ചാം പനി, ബി കുഷ്ഠരോഗം, സി ക്യാൻസർ, ഡി ക്ഷയം. ഉത്തരം ബി കുഷ്ഠരോഗം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതർ ഉള്ള ജില്ല ഏത്? എ കോട്ടയം, ബി എറണാകുളം, സി തിരുവനന്തപുരം, ഡി കോഴിക്കോട്. ഉത്തരം സി തിരുവനന്തപുരം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം ഏത്? എ വൃക്ക, ബി തലച്ചോർ, സി നാഡീവ്യവസ്ഥ, ഡി കരൾ. ഉത്തരം ഡി കരൾ. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? എ മലമ്പനി, ബി ഡെങ്കിപ്പനി, സി ചിക്കൻ ഗുനിയ, ഡി ഇവയൊന്നുമല്ല. ഉത്തരം എ മലമ്പനി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? എ നിലമ്പൂർ, ബി വാളയാർ, സി കുണ്ടറ, ഡി ചവറ.
ഉത്തരം എ നിലമ്പൂർ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? എ നിലമ്പൂർ, ബി വാളയാർ, സി കുണ്ടറ, ഡി ചവറ. ഉത്തരം സി കുണ്ടറ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? എ 49-ാം ഭരണഘടനാ ഭേദഗതി, ബി 44-ാം ഭേദഗതി, സി 46-ാം ഭേദഗതി, ഡി 47-ാം ഭേദഗതി. ഉത്തരം ബി 44-ാം ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? എ ജവഹർലാൽ നെഹ്റു, ബി ഇന്ദിരാഗാന്ധി, സി മൊറാർജി ദേശായി, ഡി ചരൺ സിംഗ്. ഉത്തരം സി മൊറാർജി ദേശായി. അടിയന്തരാവസ്ഥാ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? എ 360, ബി 300, സി 350, ഡി 359. ഉത്തരം ഡി 359. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? എ ഗവർണർ, ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സി രാഷ്ട്രപതി, ഡി മുഖ്യമന്ത്രി. ഉത്തരം എ ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആര്? എ ഗവർണർ, ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സി രാഷ്ട്രപതി, ഡി മുഖ്യമന്ത്രി. ഉത്തരം സി രാഷ്ട്രപതി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? എ 1998 നവംബർ 11, ബി 1998 ഡിസംബർ 11, സി 1998 ഡിസംബർ 21, ഡി 1998 നവംബർ 21. ഉത്തരം ബി 1998 ഡിസംബർ 11. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കലാപം ഏത്? എ ചാന്നാർ ലഹള, ബി ആറ്റിങ്ങൽ കലാപം, സി പൂക്കോട്ടൂർ കലാപം, ഡി അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ഡി അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത്? എ ചാന്നാർ ലഹള, ബി ആറ്റിങ്ങൽ കലാപം, സി പൂക്കോട്ടൂർ കലാപം, ഡി അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ഡി അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? എ ചാന്നാർ ലഹള, ബി ആറ്റിങ്ങൽ കലാപം, സി പൂക്കോട്ടൂർ കലാപം, ഡി അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ബി ആറ്റിങ്ങൽ കലാപം. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? എ കെ കേളപ്പൻ, ബി മന്നത്ത് പത്മനാഭൻ, സി അക്കാമ ചൊറിയാൻ, ഡി ബാലകൃഷ്ണപിള്ള. ഉത്തരം സി അക്കാമ ചൊറിയാൻ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? എ 24-ാം ഭേദഗതി, ബി 21-ാം ഭേദഗതി, സി 26-ാം ഭേദഗതി, ഡി 28-ാം ഭേദഗതി.
ഉത്തരം എ 24-ാം ഭേദഗതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? എ ലഡാക്ക്, ബി ഡക്കാൻ പീഠഭൂമി, സി മാൾവ പീഠഭൂമി, ഡി ബേറൂർ പീഠഭൂമി. ഉത്തരം ബി ഡക്കാൻ പീഠഭൂമി.